بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, നാം വിശുദ്ധ റമദാൻ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ രാത്രി ശഅബാൻ മാസത്തിലെ അവസാനത്തെ രാത്രിയാവാം. നാളത്തെ രാത്രി വിശുദ്ധ റമദാനിൻ്റെ രാത്രിയാവാം. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് ലഭിക്കുന്ന വിശുദ്ധ റമദാൻ മാസം മുഅ്മിനീങ്ങൾക്കുള്ള സുവർണാവസരം, അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം, ആ മാസത്തിൽ നാം എന്തെല്ലാം എങ്ങനെയെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് ചെറിയ ഒരു കാഴ്ചപ്പാട് ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലത്തെ ഒരു ശഅബാനിൻ്റെ അവസാന ദിവസം ഒരു സുദീർഘമായ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൻ്റെ രൂപം ബഹുമാന്യരായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ പ്രസംഗത്തിന് സാക്ഷിയായവരാണ്. അവർ തൻ്റെ ശിഷ്യരായ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹുമ അവർക്ക് വിവരിച്ചു കൊടുത്ത സംഭവം സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സനദ് പൂർവം ഇമാം ഹാഫിദ് ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സ്വഹീഹിൽ പ്രബലമായ ഹദീസ് ഉദ്ധരിക്കുന്ന ഗ്രന്ഥമാണ് സ്വഹീഹ് ഇബ്നു ഖുസൈമ. ആ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിലും നാം ദർസുകളിലെല്ലാം പഠിക്കുന്ന മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലും ധാരാളം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിഷ്കാത്തിൽ തന്നെ മിഷ്കാത്തുൽ മസ്വാബിഹിൽ കിതാബു സൗം നോമിൻ്റെ അധ്യായത്തിൽ ആ വിവരണമുണ്ട്. വാൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഖാല ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ. അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ശഅബാനിൻ്റെ അവസാന ദിനം ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ഫഖാൽ യാ അയ്യുഹന്നാസ്, തിരുനബിയുടെ പ്രസംഗം ഇങ്ങനെയായിരുന്നു: ഓ ജനങ്ങളെ, ഖദ് അളല്ലക്കും ഷഹ്റുൻ അലീം, ഷഹ്റുൻ മുബാറക്, ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ഷഹർ.
നിങ്ങൾക്ക് മഹത്തായ ഒരു മാസം നിങ്ങൾക്കിതാ എത്തിയിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, പുണ്യമേറിയ മാസമാണ്. ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ. ഈ മാസം 1000 മാസങ്ങളേക്കാൾ പുണ്യമേറിയ ഒരു രാത്രി ഈ മാസത്തിലുണ്ട്. അങ്ങനെ പവിത്രമായ ഒരു മാസമാണ് വിശുദ്ധ റമളാൻ. അങ്ങനെ വിശദമായ ഒരു പ്രസംഗമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. ആ പ്രസംഗം മുഴുവനായി നമുക്ക് വായിക്കാം, പറയാം. അല്ലാഹു തആല വിശുദ്ധ റമളാനിനെ പരിചയപ്പെടുത്തിയപ്പോൾ റമളാനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഷഹ്റു റമളാൻ, റമളാൻ മാസം എന്നാൽ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ്, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ഇങ്ങനെയാണ് അല്ലാഹു തആല വിശുദ്ധ റമളാനിനെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ എന്താ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? വിശുദ്ധ റമളാനിൻ്റെ വലിയ മഹത്വം, അതിൻ്റെ പ്രത്യേകത, അത് വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്നതാണ്. ഖുർആനിൻ്റെ മാസമാണ് റമളാൻ മാസം. അപ്പോൾ ഖുർആനിൻ്റെ മഹത്വമോ? ഖുർആനിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരുകയില്ല. അതിൽ നിന്ന് മനസ്സിലാവും. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ മാസം. അതുകൊണ്ട് റമളാൻ മാസത്തിന് വലിയ പുണ്യമുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഖുർആന് വലിയ പുണ്യമുണ്ട് എന്നതിന് ഉൾക്കൊള്ളാൻ കഴിയും. ആ ഖുർആൻ വലിയ മഹത്വമുണ്ടായത് കൊണ്ടാണ് അത് ഇറങ്ങിയ മാസത്തെ അല്ലാഹു തആല മഹത്വവൽക്കരിച്ചത്. വിശുദ്ധ ഖുർആൻ എന്നാ ഇറക്കിയത്? റമളാൻ മാസത്തിൽ നിന്ന് ഏത് രാത്രി ഏത് സമയത്ത് ഇറക്കി? ഇന്നാ അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദർ. റമളാൻ മാസത്തിലുള്ള ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ രാത്രി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ ഒറ്റയടിക്ക് ടോട്ടലായി ഇറക്കി എന്ന് മറ്റൊരു ഇടത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ റമളാനിലെ ലൈലത്തുൽ ഖദറിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറക്കി എന്നാണ് ഈ സൂക്തത്തിന് സലഫ് സ്വാലിഹീങ്ങൾ സ്വഹാബത്ത് നൽകിയ വിശദീകരണം, ഹദീസിൽ വന്ന വ്യാഖ്യാനം. അപ്പോൾ ഖുർആൻ ഭൂമിയിലേക്ക് ഇറക്കിയത് അത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗാർ ഹിറായിൽ ഇരിക്കുമ്പോൾ റബീഉൽ അവ്വലിലാണ് അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കിയത്. വിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1-ാം ആകാശത്തേക്ക് ഇറക്കിയ ആ മാസത്തിന് തന്നെ വലിയ മഹത്വവും അന്ന് ഖുർആനിൻ്റെ മാസമായി ആചരിക്കണമെന്നും അള്ളാഹു പഠിപ്പിക്കുമ്പോൾ നാം ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഉൾക്കൊള്ളേണ്ടത് ആ വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് ഇറക്കിയ റബീഉൽ അവ്വൽ ഒരിക്കലും അപ്രധാനമായ ഒരു മാസമല്ല. അതുപോലെ മഹത്വവും പുണ്യവും റബീഉൽ അവ്വലിനുമുണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അക്കാര്യം വിശദമായി പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. നാം തന്നെ കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസം നബിദിനാഘോഷം പ്രാമാണിക കോഴ്സ് എന്ന് പറയുന്ന അഡ്രസ്സിൽ 13 ക്ലാസുകൾ നാം ആ വിഷയകമായി നിർവഹിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരതാവുന്നതാണ്, കേൾക്കാവുന്നതാണ്.
ആ കോഴ്സുകളിൽ വിശദമായി നാം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രമാണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വലിലാണ് വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് റമദാനിലും ഖുർആൻ ഇറങ്ങിയത് അള്ളാഹു തആല തന്നെ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ വിവരണം വ്യാഖ്യാനം റസൂലുള്ളാഹി വിവരിച്ചു തരണ്ടേ? അതിൻ്റെ വിവരണം റസൂലുള്ളാഹി വിവരിച്ചു തന്നു. ഭൂമിയിലേക്ക് ആകാശത്തുനിന്ന് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങിയത് റമദാനിലും ആ ഒന്നാനാകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് റബീഉൽ അവ്വലിലുമെന്ന് വ്യാഖ്യാനം മുഫസ്സിരീങ്ങൾ അല്ലാമ ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ നമുക്ക് ഒരു ഖുർആനിൻ്റെ മാസമായി ആചരിക്കാം. അള്ളാഹു അങ്ങനെയാണല്ലോ സൂചിപ്പിച്ചത്. ഖുർആൻ ധാരാളമായി നാം ഓതണം. വിശുദ്ധ ഖുർആൻ ഓതിയാൽ പോരാ, അത് പഠിക്കുകയും വേണം, ഓതാനും പഠിക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ ആശയവും വ്യാഖ്യാനങ്ങളും അത് നാം പഠിക്കുകയും അതനുസരിച്ച് നമ്മുടെ വിശ്വാസവും പ്രവർത്തനങ്ങളും നാം ഖുർആൻ അംഗീകരിക്കുന്ന വിശ്വാസവും ഖുർആൻ അംഗീകരിക്കുന്ന പ്രവർത്തനങ്ങളും അമലുകളും ഇബാദത്തുകളുമാക്കി തീർക്കണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ ഓതുന്നതിന് വലിയ മഹത്വമുണ്ട്. ധാരാളം ഹദീസുകൾ അത് സംബന്ധമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ സ്വഹീഹ് മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ അബി ഉമാമത്ത് റളിയല്ലാഹു അൻഹു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബി. നിങ്ങൾ, ഓ ജനങ്ങളെ, നിങ്ങളെല്ലാവരും വിശുദ്ധ ഖുർആൻ ഓതണം. കാരണം വിശുദ്ധ ഖുർആൻ നാളെ ഖിയാമത്ത് നാളിൽ ആ ഖുർആൻ ഓതുന്നവർക്ക് ശുപാർശ ചെയ്യുന്ന സാധനമായി വിശുദ്ധ ഖുർആൻ വരുന്നതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആൻ ഓതുന്നവർക്ക് ഖുർആൻ സാക്ഷി നിൽക്കും. ഇമാം മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഹദീസിൽ കാണാം, യുഅ്താ യൗമൽ ഖിയാമത്തി ബിൽ ഖുർആൻ വ അഹ്ലി. നാളെ മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ ഖുർആനിനെയും ഖുർആൻ ഓതിയവരെയും അഹ്ലിഹില്ലദീന കാനൂ യഅമലൂന ബിഹി ഫിദ്ദുനിയ, ഖുർആൻ കൊണ്ട് അമൽ ചെയ്തവർ, ഖുർആൻ ഓതൽ ഒരു അമലാണ്, ആ ഖുർആനിലുള്ളതനുസരിച്ച് പ്രവർത്തിക്കൽ മറ്റൊരു അമലാണ്. അപ്പോൾ അവരെ നാളെ മഹ്ശറിൽ കൊണ്ടുവരും. തഖ്ദുമുഹു സൂറത്തുൽ ബഖറ വ ആലി ഇമ്രാൻ. ഖുർആനിൻ്റെ ആദ്യ ഭാഗത്തുള്ള വലിയ രണ്ട് സൂറകളാണ്, അധ്യായങ്ങളാണ് സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും. ആ രണ്ട് സൂറകൾ അവരുടെ മുന്നിലുണ്ടാവും. തുഹാജാനി അൻ സ്വാഹിബിഹിമാ. സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും ഓതിയ ആളുകൾ അവർക്ക് വേണ്ടി സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും അള്ളാഹുവിൻ്റെ മുന്നിൽ മഹ്ശറിൽ വാദിക്കുന്നതാണ്, അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ് എന്ന് വിശദമായി മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ കാണാം. അതുപോലെ ചിലർക്ക് വിശുദ്ധ ഖുർആൻ ഓതാൻ അറിയുമെങ്കിലും വളരെ പ്രയാസമാണ്, പെട്ടെന്ന് വിശുദ്ധ ഖുർആൻ ഓതാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അവർ അങ്ങനെ ഖുർആൻ ഓതുന്നതിന് വലിയ പുണ്യമുണ്ട്, അങ്ങനെയെങ്കിലും ഖുർആൻ ഓതണം. അവർക്ക് രണ്ട് പുണ്യമുണ്ട്, ഒന്ന് ഖുർആൻ ഓതിയതിനുള്ള പുണ്യവും മറ്റൊന്ന് ആ പ്രയാസപ്പെട്ടതിനുള്ള പുണ്യവും. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, വൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രണ്ടുപേരും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞു തന്നു, അല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി
മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആൻ നല്ല നൈപുണ്യത്തോടെ ഓതാൻ കഴിയുന്നവർ, നല്ല നൈപുണ്യത്തോടെ വിശുദ്ധ ഖുർആൻ ഓതുന്നവൻ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, അള്ളാഹുവിൻ്റെ ഉന്നതരായ ബഹുമാന്യരായ മലായികത്തിൻ്റെ കൂടെയായിരിക്കും അവർ നാളെ മഹ്ശറിൽ. അവർക്ക് പൂർണ്ണ കാവലുണ്ട് എന്നർത്ഥം. വല്ലദീ യഖ്റഉൽ ഖുർആന വയതതഅഉ ഫീഹി വഹുവ അലൈഹി ഷാഖ്. വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് അവന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തട്ടിത്തടവുകളോടുകൂടെ വിശുദ്ധ ഖുർആൻ ഓതുന്നവൻ വഹുവ അലൈഹി ഷാഖ്, ഓതാൻ വലിയ പ്രയാസമുണ്ട്. ലഹു അജറാനി, അവന് 2 കൂലിയുണ്ട്, 2 പ്രതിഫലമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വിശുദ്ധ ഖുർആനിനെ റമദാൻ മാസത്തിൽ ഓതണം. ഈ റമദാൻ മാസം ചുരുങ്ങിയത് ഒരു ഖത്മെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതണം. ഖുർആനിന് ഒരു അക്ഷരത്തിന് 10 കൂലി, ചുരുങ്ങിയത് 10 കൂലിയുണ്ട്. ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം ഓതിയാൽ 10 കൂലിയാണ്. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ ബി എന്ന് പറഞ്ഞതിന് 10 ഹസനത്തുണ്ട്, 10 കൂലിയുണ്ട്, 10 പുണ്യം ചെയ്ത കൂലി അല്ലാഹു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അലിഫ് ലാം മീം എന്ന് ഓതിയാൽ എത്ര കൂലിയായി? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു അക്ഷരം ഒരാൾ ഓതിയാൽ ഫലഹു ഹസനത്തുൻ, അവന് ഒരു പുണ്യമുണ്ട്. വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഓരോ പുണ്യത്തിനും 10 ഇരട്ടി കൂലിയുണ്ട്. അപ്പോൾ ഒരക്ഷരം ഓതിയാൽ 10 ഇരട്ടി കൂലിയുണ്ട് എന്നർത്ഥം. ലാ അഖൂൽ, അള്ളാഹിൻ്റെ ഹബീബ് പറയാണ്, ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം ഹർഫുൻ. നമുക്ക് കാഴ്ചയിൽ അലിഫ് ലാം മീം അത് കൂട്ടിയെഴുത്തിലാണുള്ളത്, ഒരൊറ്റ വേർഡായിട്ട് തോന്നും അലിഫ് ലാം മീം. എന്നാൽ ഹർഫുൻ അത് ഒന്നായിട്ട് ഒറ്റ അക്ഷരം എന്നല്ല ഞാൻ പറയുന്നത്. വലാക്കിൻ അലിഫുൻ ഹർഫുൻ, അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ അലിഫ് എന്ന് പറയുന്നതിലൊരു അലിഫുണ്ട്, ആ അലിഫ് ഹർഫുൻ. ഖുർആനിൽ എവിടെ അലിഫുണ്ടോ, ഖുർആനിൽ എവിടെ അലിഫുണ്ടോ ആ അലിഫെല്ലാം ഒരു ഹർഫാണ്. വലാമുൻ ഹർഫുൻ, ഖുർആനിൽ എവിടെ ലാമുണ്ടോ അതും ഒരു ഹർഫാണ്. മീമുൻ ഹർഫുൻ, മീമും ഒരു ഹർഫാണ്. അപ്പോൾ അലിഫ് എന്ന് പറഞ്ഞതിൽ തന്നെ 3 അക്ഷരമുണ്ട്. അ, ലാം, ഫ, ഇങ്ങനെ 3 അക്ഷരമുണ്ട്. ആ 3 അക്ഷരത്തിനും ഓരോന്നിനും ഓരോ ഹസനത്ത് 10 ഇരട്ടി. അപ്പോൾ 30 ഹസനത്ത്, 30 കൂലി അലിഫ് എന്ന് പറഞ്ഞതിനുണ്ട്. ലാം എന്ന് പറഞ്ഞിടത്ത് 3 അക്ഷരമുണ്ട്. ലാം എന്ന് പറഞ്ഞതിൽ ഒരു ലാമുണ്ട്, ആദ്യാക്ഷരം ലാമാണ്, പിന്നെ അലിഫ്, പിന്നെ മീം, അപ്പോഴും 30ആയി. മീം എന്ന് പറഞ്ഞതിൽ 3 അക്ഷരമുണ്ട്, ഒന്ന് മീം, പിന്നീട് യാ, പിന്നീട് ഒരു മീം, അപ്പോൾ അതിലും 3 അക്ഷരങ്ങളുണ്ട്, അവിടെയും 30ആയി. അപ്പോൾ അലിഫ് ലാം മീം എന്ന് ഒരാൾ ഓതിയാൽ അവന് 90 കൂലിയായി, 90 ഹസനത്തായി. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് പ്രബലമാണെന്ന് തുർമുദി ഇമാം പറഞ്ഞിട്ടുമുണ്ട്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ 30 കൂലി എന്നല്ല ഈ പറഞ്ഞ ഹദീസിൻ്റെ വിവക്ഷ. ഈ ഹദീസിനെ പറ്റി കൂടുതൽ പഠിച്ചാൽ അക്കാര്യം ബോധ്യമാകും. 90 കൂലിയുണ്ട്. ഈ ഖുർആനിൻ്റെ അഹലുകാരായാൽ നാളെ നമുക്ക് അള്ളാഹു തആല സ്വർഗത്ത് പ്രവേശിക്കാൻ ഭാഗ്യം നൽകിയാൽ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ, സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രശ്നം സ്വർഗത്തിൻ്റെ ഉന്നതികളിലേക്ക്,
സ്വർഗത്തിലെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടലാണ്. ആ വലിയ സ്ഥാനം കിട്ടാൻ എന്താ വഴി? അതിന് ഖുർആനിൻ്റെ അഹലുകാരാവണം, ഖുർആനുമായി പരിചയമുള്ളവരാവണം. മുസ്ലിമാണ്, പക്ഷേ ഖുർആൻ ഓതാൻ അറിയില്ല. മുസ്ലിമാണ്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനാണ്, വയസ്സ് 40ആയി, പക്ഷേ ഖുർആൻ ഓതാൻ പഠിച്ചിട്ടില്ല, ഖുർആൻ ഓതാറില്ല. മദ്രസയിൽ എന്നോ അല്പം പഠിച്ചിട്ടുണ്ട്, പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, എല്ലാം മറന്നുപോയി. പ്രശ്നമാണ്. ഖുർആൻ പഠിക്കാൻ മുന്നോട്ട് വരണം. സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഓരോ സ്ഥാനമാനങ്ങളിലേക്ക്, സ്വർഗത്തിൻ്റെ ഓരോ ഫ്ലോറുകളിലേക്ക് കയറ്റം കിട്ടണമെങ്കിൽ വിശുദ്ധ ഖുർആൻ അവിടെ വെച്ച് ഓതാൻ കഴിയണം, കാണാപ്പാട് ഓതാൻ കഴിയണം. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഇത് പ്രബലമായ ഹദീസ് തന്നെയാണ്. ഇമാം ദാബൂദും ഇമാം തുർമുദി എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിൻ്റെ ആൾ. ഖുർആനിൻ്റെ ആൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്ന ആൾ, ഖുർആനുമായി ബന്ധമുള്ളവൻ. അപ്പോഴാണ് സ്വാഹിബുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനുമായി സഹവസിച്ച ആൾ, ഖുർആൻ ഒപ്പം കൊണ്ട് നടന്ന ആൾ, ദുനിയാവിൽ ഖുർആൻ ഓതിയ ആൾ, ഖുർആനുമായി ബന്ധമുള്ള ആൾ. അവനോട് പറയും ഇഖ്റ. സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവനോട് പറയും, നീ ഓതുക. വർത്തഖി, നീ അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത ഫ്ലോറിലേക്ക് കയറുക. വറത്തിൽ കമാ കുന്ത തുറത്തിലു ഫിദ്ദുനിയ, നീ ദുനിയാവിൽ ഖുർആൻ ഇങ്ങനെ സാവകാശം ഓതിയതുപോലെ നീ വൃത്തിയായി സാവകാശം ഖുർആനിൻ്റെ ആയത്ത് ഓതു. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖ്റഉഹ, നിൻ്റെ സ്ഥാനം സ്വർഗത്തിൽ, നിനക്കുള്ള ഫ്ലോറ്, നിൻ്റെ റൂം അല്ലെങ്കിൽ നിൻ്റെ സ്വർഗീയ ലോകം, നീ അവസാനം ഓതുന്ന ആയത്ത് സൂക്തം ഏതാണോ ആ അവസാനം ഓതുന്ന സൂക്തം, അവിടെയാണ് നിൻ്റെ സ്ഥാനം, നിനക്കുള്ള സ്വർഗീയ മന്ദിരം എന്ന് അവനോട് മലക്കുകൾ പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതൊരു ആയത്ത്, ഒരു സൂക്താണ്. അത് ഓതിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ്, അടുത്ത ഫ്ലോറിലേക്ക് കയറാൻ പറയും മലായിക്കത്ത്. അവിടെ എത്തി അടുത്ത ആയത്ത് ഓതാൻ പറയും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി അടുത്ത ഫ്ലോറിലേക്ക് കയറി. ഇങ്ങനെ കയറിപ്പോവാൻ കഴിയും. അതിന് ഖുർആൻ മനപ്പാടാക്കി ഓതണം. ഖുർആനുമായി ദുനിയാവിൽ കണ്ടു ഓതാൻ നമുക്ക് സാധിച്ചാൽ പിന്നീട് അല്ലാഹു തആല നമുക്ക് മനപ്പാടാക്കി തരൂ. നമ്മുടെ സ്ഥാനം എവിടെയാണോ ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി നമുക്ക് അല്ലാഹു തആല മനപ്പാടാക്കി തരുന്നുണ്ട്. ഖബറിൽ എല്ലാവരും മരിച്ചാൽ ചുരുങ്ങിയത് 40 വർഷമെങ്കിലും ഖബറിൽ കിടക്കുന്നുണ്ട്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതിയതിന് ശേഷവും പിന്നീട് മഹ്ശർ നടക്കുന്നതിന് മുമ്പ് 40 വർഷം അവിടെ ഉണ്ട്. ഇമാം സുയൂത്തി ഖബറിൻ്റെ അവസ്ഥ വിവരിക്കുന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ഷർഹു സുദൂർ ബി ഷർഹി ഹാലിൽ മൗത്ത വൽ ഖുബൂർ. ഈ ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി ധാരാളം ഹദീസുകൾ വെച്ചുകൊണ്ട് ആ വിഷയം പറയുന്നുണ്ട്. ഖബറിൽ ഒരു മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യന് ഖബറിൽ കിടക്കുമ്പോൾ അല്ലാഹു തആല ഖബറിൽ വെച്ച് ഖുർആൻ തഹ്ഫീദ് ചെയ്യുന്നുണ്ട്, ഹിഫ്ളാക്കി കൊടുക്കുന്നുണ്ട്. അതിനായി മലക്കുകളെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ ഖബറിൽ വെച്ച് ഖുർആൻ ഹിഫ്ളാക്കി ആ മനുഷ്യൻ മഹ്ശറിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷം അവനോട് ഈ ഹിഫ്ളാക്കി ഖുർആൻ ഓതാൻ പറയും. ദുനിയാവിൽ ബന്ധം വേണം ഖുർആനുമായി, എന്നാലേ നമ്മൾ സ്വർഗത്തിൽ കയറിയതിന് ശേഷം ആ ഖബറിനെ ഹിഫ്ളാക്കിയത് അല്ലെങ്കിൽ ദുനിയാവിനെ ഹിഫ്ളാക്കിയത് സ്വർഗത്തിൽ വെച്ച് ഓതാൻ കഴിയൂ. അഖ്റജ ഇബ്നു അബി ദുനിയ അനിൽ ഹസൻ ഖാല ബലഗനി, എനിക്ക്
എത്തിയിട്ടുണ്ട്, വിവരമെത്തിയിട്ടുണ്ട്. അന്നൽ മുഅ്മിന ഇദാ മാത വലം യഹ്ഫദിൽ ഖുർആൻ, ഒരു മുഅ്മിന് ഖുർആൻ മനഃപ്പാഠമാക്കാതെ, ആൾ മുഅ്മിനാണ് പക്ഷേ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടില്ല. നമ്മളിൽ പലരും ഖുർആൻ ഓതുന്നവരാണ്, പക്ഷേ കൂടുതൽ ഖുർആനിൽ നിന്ന് മനഃപ്പാടാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരാൾ മരിച്ചാൽ ഉമിറ ഹഫളതുഹു, അവൻ്റെ സംരക്ഷകരായ മലക്കുകളോട് കൽപ്പിക്കപ്പെടും. ഓരോ മനുഷ്യൻ്റെ കൂടെയും ഹഫളത്തായ മലായികത്തുണ്ട്, അവനെ സംരക്ഷിക്കാൻ അല്ലാഹു തആല മലക്കുകൾ വച്ചിട്ടുണ്ട്. അവരുടെ എണ്ണം 360 ആണെന്നൊക്കെ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതായി കാണാം. ഹഫളത്തായ മലായികത്ത്, നമ്മളെ സംരക്ഷിക്കുന്ന മലായികത്ത് ഓരോ മനുഷ്യൻ്റെ കൂടെയും ഉണ്ട്. ആ മനുഷ്യൻ ജനിക്കുമ്പോഴാണ് ആ മലക്കുകളെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നത്. ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് പിന്നെ അവരെ പറഞ്ഞേക്കും. അവൻ്റെ ഹഫളത്തായ മലക്കുകളോട് കൽപ്പിക്കും, അൻ യുഅല്ലിമൂഹുൽ ഖുർആന ഫീ ഖബ്രിഹി, മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ്റെ ഖബറിൽ അവന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ, മനഃപ്പാഠമാക്കി പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മലക്കുകളെ പറഞ്ഞയക്കും. ഹത്താ യബ്അസുഹുല്ലാഹു യൗമൽ ഖിയാമ മഅ അഹ്ലി, അങ്ങനെ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ കൂടെ ഖിയാമത്ത് നാളിൽ അവനെ അല്ലാഹു തആല യാത്രയാക്കും, മഹ്ശറിലേക്ക് യാത്രയാക്കും എന്ന് ഹദീസുണ്ട്. അതുപോലെ ധാരാളം ഹദീസിൻ്റെ കിതാബിൽ പറഞ്ഞതായി ഇമാം സുയൂത്തി പറയുന്നുണ്ട്. അബിൽ ഹസൻ ഇബ്നു ബിശ്റാൻ ഫഅഖ്റജഹു മിൻ ത്വരീഖി അത്തിയ്യത്തുൽ ഊഫി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅൽ ഖുർആന സുമ്മ മാത ഖബല അൻ യസ്തദ്ഹറഹു, ഒരാൾ ഖുർആൻ ഓതിയിരുന്നു, ഖുർആൻ ഓതിയിട്ടുണ്ട്. കണ്ടോ, ഖുർആൻ ഓതണം, അതാ ഞാൻ പറഞ്ഞത്. ദുനിയാവിൽ വെച്ച് ഖുർആൻ ഓതിയിരുന്നു, പക്ഷേ അവൻ മനഃപ്പാടാക്കിയില്ല. നമ്മളിൽ അധിക പേരും അങ്ങനെയാണ്, ഖുർആൻ ഓതുന്നവരാണ്, നമ്മളാരും മനഃപ്പാടാക്കിയിട്ടില്ല. തീരെ ഖുർആനുമായി ടച്ചില്ലാതെ മരിച്ചു പോയതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. മൻ ഖറഅൽ ഖുർആൻ, ഖുർആൻ ദുനിയാവിൽ വെച്ചൊരാൾ ഓതി, സുമ്മ മാത, അവൻ മരിച്ചു, ഖബല അൻ യസ്തദ്ഹിറഹു, വിശുദ്ധ ഖുർആനിനെ മനഃപ്പാഠമാക്കുന്നതിന് മുമ്പ്, ഹൃദ്യസ്ഥമാക്കുന്നതിന് മുമ്പ് അവൻ മരിച്ചുപോയി. ഖബല അൻ യസ്തദ്ഹിറഹു അതാഹു മലക്കുൻ, അവൻ്റെ അടുക്കൽ ഒരു മലക്ക് വരും, അവൻ്റെ അടുക്കൽ മലക്ക് വരും. ആ മലക്ക് നേരത്തെ ഹദീസ് പറഞ്ഞു അവൻ്റെ ഹഫളത്തായ മലക്കാണ്. ഇതൊന്നും വൈരുദ്ധ്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഇതൊന്നും വൈരുദ്ധ്യങ്ങളല്ല. യുഅല്ലിമുഹു ഫീ ഖബ്രിഹി, അവൻ്റെ ഖബറിൽ അവനത് ആ ഖുർആനിനെ പഠിപ്പിച്ചു കൊടുക്കും. യൽഖല്ലാഹ്, ഈ മനുഷ്യന് നാളെ മഹ്ശറിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടും. വഖദ് ഇസ്തദ്ഹറഹു, അവൻ ഖുർആനൊക്കെ മനഃപ്പാടാക്കിയിട്ടാണ് നാളെ മഹ്ശറിൽ വരിക. എന്താ അതിന് കാരണം? ദുനിയാവെന്ന് ഖുർആൻ ഓതി. അപ്പോൾ ദുനിയാവെന്ന് ഖുർആൻ ഓതിയാൽ നാളെ ഖബറിൽ നമുക്ക് ഖുർആൻ ഹിഫ്ളാക്കി തരുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹിൻ്റെ ഖുർആനൊക്കെ പരിഗണിച്ച കൂട്ടത്തിൽ മനഃപ്പാടായിക്കൊണ്ട് അള്ളാഹിനെ കണ്ടുമുട്ടാൻ കഴിയും. ഇബ്നു മന്ദ അൻ ഇക്രിമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ഇക്രിമ സ്വഹാബിയാണല്ലോ. യുഅ്തൽ മുഅ്മിനു മുസ്ഹഫൻ യഖ്റഉ ഫീഹി, ഖബറിൽ അല്ലാഹു തആല ഒരു മുസ്ഹഫ് കൊടുക്കും. ആ മുസ്ഹഫ് നോക്കിയിട്ട് മുഅ്മിന് ഖുർആൻ പാരായണം ചെയ്യും. അപ്പം ഇങ്ങനെ വലിയ പുണ്യം വിശുദ്ധ ഖുർആൻ ഓതുന്നതിനുണ്ട്. അല്ലാഹു തആല നമുക്ക് ആ വിശുദ്ധ ഖുർആൻ ഓതാൻ തൗഫീഖ് തരട്ടെ. ഈ മാസം ഒരിക്കലും നമ്മൾ ഈ മാസം വിട്ടുപിരിയുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഓതാതെ നാം ഈ മാസത്തോട് വിട പറയാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഖത്മ് ചെയ്യണം, പൂർണ്ണമായി ഓതണം. വിശുദ്ധ ഖുർആൻ 604 പേജാണ് അതുള്ളത്. 604 പേജ്. സാധാരണഗതിയിൽ വിശുദ്ധ ഖുർആൻ 604 പേജാണ്. അതായത് 302 കഷ്ണമാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത്.
302 കഷ്ണമുള്ള ഈ വിശുദ്ധ ഖുർആൻ, 604 പേജുള്ള ഈ വിശുദ്ധ ഖുർആൻ 30 ജുസ് അള്ളാഹു താല 30 ജുസ് ആക്കിയിട്ട് അത് ഇറക്കിയത്. റമദാൻ മാസത്തിൽ 1-ാം ആകാശത്തേക്ക് ഇറക്കിയത്, ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കിയത് 30 ജുസാക്കിയത്. മാസവും 30 ആണല്ലോ. ഓരോ ദിവസവും ഒരു ജുസ് ഓതിയാൽ ആ ഖുർആൻ ഫുള്ള് ഒരു മാസം കൊണ്ട് ഖത്മ ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പോൾ ഒരു ദിവസം ഒരു ജുസ് ഓതണമെങ്കിൽ ഈ 604 പേജിൽ നിന്ന് 20 പേജ്, ശരാശരി 20 പേജാണ് ഒരു ജുസ് ഉണ്ടാവുക. എല്ലാ ജുസും 20 പേജാണ് ശരാശരി ഉണ്ടാവുക. ആ 20 പേജിൽ നിന്ന് നാം 5 വഖത്ത് നിസ്കാരങ്ങളിൽ 5 വഖത്ത് നിസ്കരിക്കുന്നതിൻ്റെ അല്പം മുമ്പും നിസ്കരിച്ച ശേഷവും ഓരോ കഷ്ണം വീതം ഓതിയാൽ, നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു കഷ്ണം, സുബഹി നിസ്കാരം, സുബഹിന് ബാങ്ക് കൊടുത്തത് ശേഷം എണീറ്റു, അല്ലെങ്കിൽ മുമ്പ് എണീറ്റു, സുബഹ് നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കാരം, മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് ഒരു കഷ്ണം വിശുദ്ധ ഖുർആൻ ഓതുക. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു കഷ്ണം ഓതുക. ഒരു കഷ്ണം എന്നാൽ 2 പേജല്ലേ. ഒരു കഷ്ണം നിസ്കാരം ശേഷം ഓതുക. ളുഹറിന് ബാങ്ക് കൊടുത്തു. ളുഹറിന് ബാങ്ക് കൊടുത്ത് വുളൂ ചെയ്തു. ഉടൻ ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് ഒരു കഷ്ണം ളുഹറിൻ്റെ മുമ്പ് ഓതി. ഒരു കഷ്ണം ഖുർആൻ ഓതാൻ കുറഞ്ഞ മിനിറ്റുകൾ മതി. ളുഹർ നിസ്കാരത്തിന് ശേഷം ഒരു കഷ്ണം ഖുർആൻ. അങ്ങനെ അസറിൻ്റെ മുമ്പ് ഒരു കഷ്ണം, ശേഷവും ഒരു കഷ്ണം. മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് ഒരു കഷ്ണം ഖുർആൻ ഓതാം. നോമ്പ് തുറന്ന് ശേഷം മഗ്രിബ് നിസ്കരിക്കുന്നവർക്ക് അങ്ങനെയാണല്ലോ സുന്നത്ത്. ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കലല്ല സുന്നത്ത്. റമദാനിൽ ബാങ്ക് കൊടുത്ത ഉടനെ, മഗ്രിബിന് ബാങ്ക് കൊടുത്ത ഉടനെ നോമ്പ് തുറക്കണം. നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞാലില്ല പത്തിരിയെല്ലാം കഴിക്കണം എന്ന് അതിൻ്റെ അർത്ഥമല്ല. നോമ്പ് തുറ കഴിഞ്ഞ് അതിൻ്റെ ശേഷം നിസ്കരിക്കുന്നതിന് അല്പം മുമ്പ് ഒരു പേജ് വേണമെങ്കിൽ ഖുർആൻ ഓതാം. അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരം ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്, മുഅക്കദ സുന്നത്തുണ്ട്. അതുകൊണ്ട് മഗ്രിബിൻ്റെ സമയത്ത്, മഗ്രിബിൻ്റെ മുമ്പുള്ള ആ ഒരു കഷ്ണം ഖുർആൻ ഓത്ത് മഗ്രിബിൻ്റെ ശേഷമാക്കാവുന്നതാണ്. ജമാഅത്ത്, മഗ്രിബിൻ്റെ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ജമാഅത്ത് കാത്തിരിക്കും. ഇമാമിനെ കാത്തിരിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മഗ്രിബിൻ്റെ മുമ്പ് ഒരു കഷ്ണം ഖുർആൻ ഓതാം. അല്ല, ഇമാമിനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നിസ്കാരം നടക്കുന്നുണ്ടെങ്കിൽ മഗ്രിബിൻ്റെ മുമ്പ് ഓതുന്ന ആ ഒരു കഷ്ണം മഗ്രിബിൻ്റെ ശേഷം 2 കഷ്ണം ഓതിയാൽ മതി. ഇശാൻ്റെ മുമ്പ് ഒരു കഷ്ണം ഖുർആൻ ഓതുക, ഇശാൻ്റെ ശേഷം ഒരു കഷ്ണം ഖുർആൻ ഓതുക. ഇങ്ങനെ നാം ഓതിയാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ ഒരു ജുസ് ഓതി തീർക്കാൻ കഴിയും. അങ്ങനെ ഈ മാസം തീരുമ്പോൾ, റമദാൻ മാസം തീരുമ്പോൾ എന്തായാലും നമുക്ക് ഒരു ഖത്മ് തീർക്കാൻ കഴിയും. ഈ ഒരു കഷ്ണം എന്ന് പറഞ്ഞത് 2 കഷ്ണാക്കിയാലോ, 2 കഷ്ണം നാം ഓതിയാലോ നമുക്ക് 2 ഖത്മ് തീർക്കാൻ കഴിയും. റമദാനിൻ്റെ പകുതിയാവുമ്പോൾ നമുക്കൊരു ഖത്മും തീരും. റമദാനിൻ്റെ 2ാമത്തെ പകുതിയിൽ വേറൊരു ഖത്മും തീരും. അങ്ങനെയാണ് ഏറ്റവും നല്ലത്. എന്തായാലും നാം ഒരു ഖത്മെങ്കിലും തീർക്കാതെ ഒരിക്കലും നാം ഈ റമദാനിനെ പറഞ്ഞേക്കാൻ പാടില്ല. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഖത്മ് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആൻ റമദാൻ അല്ലാത്ത എല്ലാ ദിവസവും ഒരു ഖത്മും,
റമദാൻ മാസമായാൽ 2 ഖത്മും ഓതാറുണ്ട്. അങ്ങനെ എത്രയോ സലഫു സ്വാലിഹീങ്ങൾ സ്വഹാബത്തും ഒക്കെ അങ്ങനെ ഓതാറുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബി അല്ലേ, 3ാമത്തെ ഖലീഫ. ഇതാ ഇമാം നവവിയുടെ അദ്കാർ, ഈ അദ്കാർ എന്ന കിതാബിൽ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആൻ ഓതാനായിട്ട് ഓതുന്ന കാര്യം വിവരിക്കുന്ന ഒരു അധ്യായം തന്നെ പറഞ്ഞ്, ആ അധ്യായത്തിൽ പറയുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അമ്മല്ലദീന ഖതമുൽ ഖുർആന ഫീ റക്അ, ഒരൊറ്റ റക്അത്തിൽ തന്നെ ഖുർആൻ ഫുള്ള് ഖതം ഓതിയ മഹാന്മാർ ഫലാ യുഹ്സൗന, എണ്ണമറ്റവരാണവർ, ലികസ്റതിഹിം, അവരെ പറഞ്ഞു തീർക്കാൻ കഴിയൂല എണ്ണം, അത്രത്തോളം ആളുകളുണ്ട് സലഫു സ്വാലിഹീങ്ങൾ. ഫമിന്നും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സ്വഹാബിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒറ്റ റക്അത്തിൽ ഖുർആൻ ഫുൾ ഖതം തീർക്കുന്ന ആളായിരുന്നു. വ തമീമുദ്ദാരി, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ, ഇവരൊക്കെ സ്വഹാബിമാരാണ്. തമീമുദ്ദാരി, അപ്പോൾ ഇവരെല്ലാം വിശുദ്ധ ഖുർആൻ ഒരൊറ്റ റക്അത്തിൽ തന്നെ ഓതി തീർക്കുന്നവരായിരുന്നു എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഓതാൻ പറ്റിയ സമയം എപ്പോഴാ? ഇമാം നവവി പറയുന്നു, ഇഅലം അന്ന അഫ്ളലുൽ ഖിറാഅത്തി മാ കാന ഫി സ്വലാ, നിസ്കാരത്തിൽ ഓതലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നിസ്കാരത്തിൽ ഓതുക, അതാണ് ഏറ്റവും നല്ലത്. ഈ നിസ്കാരത്തിൽ ഓതുന്നില്ലെങ്കിൽ മറ്റുള്ള സമയത്തും ഓതാം. രാത്രി അമ്മൽ ഖിറാഅത്തു ഫി ഗൈരി സ്വലാ, നിസ്കാരമല്ലാത്ത സമയത്ത് ഖുർആൻ ഓതൽ ഫഅഫ്ളലുഹാ ഖിറാഅത്തുൽ ലൈൽ, രാത്രി ഖുർആൻ ഓതലാണ് ഏറ്റവും നല്ലത്. രാത്രിയാണ് ഏറ്റവും ഖുർആൻ ഓതാൻ ഉത്തമമായ സമയം. കാരണം അത് അപശബ്ദങ്ങൾ കുറയുന്നൊരു സമയമാണ്, മനസ്സിന് ശ്രദ്ധ കിട്ടുന്നൊരു സമയമാണ് രാത്രി. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധാപൂർവം ഓതൽ പ്രത്യേക സുന്നത്തുണ്ട്. അതിന് ഏറ്റവും നല്ല സമയമാണ്, ശാന്തമായ സമയമാണ് രാത്രി. വന്നിസ്ഫുൽ അഖീർ മിന്നു അഫ്ളലു മിനൽ അവ്വൽ, രാത്രിയുടെ അവസാനത്തെ പകുതിയിൽ അത്താഴ സമയത്തൊക്കെ ഖുർആൻ ഓതിയിരിക്കൽ അത് രാത്രിയുടെ ആദ്യ ഭാഗത്ത് ഖുർആൻ ഓതുന്നതിനേക്കാൾ പുണ്യമാണ്. വൽ ഖിറാഅത്തു ബൈനൽ മഗ്രിബി വൽ ഇശാഇ മഹ്ബൂബ, ഇശാഇൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ ഖുർആൻ ഓതൽ അത് വളരെ പ്രിയപ്പെട്ട സംഗതിയാണ്. വമ്മാ ഖിറാഅത്തുൻ നഹാർ, പകലിൽ ഖുർആൻ ഓതുകയാണെങ്കിൽ ഫഅഫ്ളലുഹാ മാ ബഅദ സ്വലാത്തി സുബ്ഹി, സുബ്ഹ് നിസ്കാരത്തിൻ്റെ ശേഷം ഖുർആൻ ഓതുന്നതിനാണ് കൂടുതൽ ശ്രേഷ്ഠത. വലാ ഖിറാഅത ഫിൽ ഖിറാഅ ഫി വഖ്തി മിനൽ ഔഖാത്ത്, ഒരു സമയത്തും ഖുർആൻ ഓതുന്നതിൽ കറാഹത്തില്ല, ഏത് സമയത്തും ഖുർആൻ ഓതാം. ഖുർആൻ ഖത്മ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഇമാം നവവി പറയുന്നു, അന്നൽ ഖത്മ ലിൽ ഖാരി വഹ്ദഹു യുസ്തഹബു അൻ യകൂന ഫി സ്വലാഹ്, ഒരാൾ ഒറ്റക്ക് ഓതുകയാണെങ്കിൽ അത് നിസ്കാരത്തിൽ വെച്ച് ഖത്മ് തീർക്കലാണ് ഏറ്റവും, ഖത്മിൻ്റെ അവസാന ഭാഗം നിസ്കാരത്തിലായിക്കൊണ്ട് അവസാന ഭാഗമാക്കലാണ് ഏറ്റവും നല്ലത്. ഇനി അമ്മാമ യഖ്തിമു ഫി ഗൈരി സ്വലാ, നിസ്കാരത്തിലല്ലാതെ ഒരാൾ ഖത്മ് ചെയ്യുകയാണെങ്കിൽ ഫയുസ്തഹബു അൻ യകൂന ഖത്മുഹു ഫി അവ്വലിൽ ലൈൽ. ഇവിടെ ഖത്മ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇമാം നവവി ഉദ്ദേശിക്കുന്നത് ഖുർആൻ നമ്മൾ 29ാമത്തെ അല്ല 30ാമത്തെ ജുസ് എത്തി, 30ാമത്തെ ജുസ് എത്തി അവസാനത്തെ ഓത്ത്, അവസാന ഘട്ടത്തിലുള്ള ഓത്ത്. ഒരാൾ എല്ലാ ദിവസവും ഒരു ജുസ് ഓതുന്ന ആളാണ്, എന്നാൽ 30ാമത്തെ ജുസ് എങ്ങനെ ഓതണം അതാണ് ഇമാം നവവി പറയുന്നത്. നിസ്കാരത്തിലല്ല ഓതുന്നത് എങ്കിൽ, നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയം, നിസ്കാരത്തിലല്ല ഓതുന്നത് എങ്കിൽ ആ ഖത്മ് ഫി അവ്വലിൽ ലൈൽ, രാത്രിയുടെ തുടക്കത്തിൽ മഗ്രിബ് നിസ്കാരത്തിൻ്റെ ശേഷം രാത്രിയുടെ തുടക്കത്തിലാണ് ഖത്മ് ചെയ്യേണ്ടത്. ഔ അവ്വലിൻ നഹാർ, അല്ലെങ്കിൽ പകലിൻ്റെ തുടക്കത്തിൽ സുബ്ഹ് നിസ്കാരത്തിൻ്റെ ശേഷം, അങ്ങനെയാണ്. ഖുർആൻ ഖത്മ് ഓതുന്ന സമയത്ത് പ്രത്യേകം ദുആക്ക് ഉത്തരമുണ്ട്, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
ഖുർആൻ ഖത്മ ചെയ്യുന്ന ആ സദസ്സിൽ ദുആക്ക് ഉത്തരമുണ്ട്. നമ്മളെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ വിഷയങ്ങളും അള്ളാഹിനോട് ചോദിക്കാൻ പറ്റും. എല്ലാ പ്രശ്നങ്ങളും അള്ളാഹിൻ്റെ മുന്നിൽ പഠിച്ചോനെ ഞാൻ ഖത്മ ചെയ്ത് പൂർത്തിയാക്കിയ വിശുദ്ധ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഹക്ക് കൊണ്ട്, ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഇതിൻ്റെ മഹത്വം കൊണ്ട് നീ എനിക്ക് എല്ലാം പുറത്തു തരണമേ, എനിക്ക് ഇന്നതെല്ലാം തരണമേ, എൻ്റെ രോഗം സുഖപ്പെടുത്തണമേ, കടം വീട്ടണമേ എന്നൊക്കെ അള്ളാഹുനോട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കും. സ്വഹാബത്ത് ഖുർആൻ ഖത്മ ഓതുന്ന സമയത്ത് പ്രത്യേകം സദസ്സ് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. സ്വഹാബത്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതായിരിക്കുമല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ കാലത്ത് ഇമാം മുസ്നദുദ്ദാരിമി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. കാന യജ്അലു റജുലൻ യുറാഖിബു റജുലൻ യഖറഉൽ ഖുർആൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അക്കാലത്ത് ഏതെങ്കിലും ആളുകൾ ഖുർആൻ ഖത്മ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ ഒരാളെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് ആരെങ്കിലും ഖുർആൻ ഖത്മ ഓതുന്നുണ്ടെങ്കിൽ ഇബ്നു അബ്ബാസ് തങ്ങളെ അറിയിക്കാൻ അവിടെ ഹാജരായി ആ ദുആക്ക് പങ്കെടുക്കാൻ വേണ്ടി അത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നുള്ള നാമം, സ്ഥാനപ്പേര് കിട്ടിയ ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത പ്രബലമായ ഇസ്നാദൈനി സ്വഹീഹൈനി, സ്വഹീഹായ ഇസ്നാദുകളിലൂടെ, പ്രബലമായ ഇസ്നാദുകളിലൂടെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കാന അനസ് ഇബ്നു മാലിക് ഇദാ ഖതമൽ ഖുർആൻ ജമഅ അഹ്ലഹു വദഅ. ഖുർആൻ ഖത്മ ചെയ്യുമ്പോൾ അനസ് ഇബ്നു മാലിക്, സ്വഹാബിയായ അനസ് ഇബ്നു മാലിക് റസൂലുള്ളാഹിൻ്റെ ഖാദിമായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖുർആൻ ഖത്മ ചെയ്യുന്ന സമയത്ത് ഫാമിലിനെ വിളിച്ചു കൂട്ടും, എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തും. വദഅ, എന്നിട്ട് കൂട്ടമായി ദുആ ചെയ്യും. അതുപോലെ വറവാബി അസാനീദ സ്വഹീഹ അനിൽ ഹക്കം ഇബ്നു ഉതൈബ അത്താബിഈയുൽ ജലീൽ. ഇമാം നബവി പറയാ, വലിയ താബിഈങ്ങളെ കൂട്ടത്തിൽ വലിയ മഹാനായ ഹക്കം ഇബ്നു ഉതൈബ റളിയല്ലാഹു അൻഹു അവർ അർസല ഇലയ്യ മുജാഹിദും വ ഉബാദത്തു ഇബ്നു അബീ ലുബാബ. താബിഈങ്ങളിൽപ്പെട്ട മുജാഹിദും ഉബാദത്തു ഇബ്നു അബീ ലുബാബയും അവർ ഖുർആൻ ഖത്മ ചെയ്യുന്ന സമയത്ത് അവർ എന്നെ വിളിക്കും. എന്നിട്ട് അവർ പറയും വദ്ദുആ യുസ്തജാബു ഇൻദ ഖത്മിൽ ഖുർആൻ. ഖുർആൻ ഖത്മ ചെയ്യുന്ന സമയത്ത് ദുആക്ക് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞ് ആ സദസ്സിലേക്ക് വിളിക്കാറുണ്ട്. അങ്ങനെ പതിവുണ്ടായിരുന്നു. ഇമാം നബവി പറയാ, യുസ്തഹബ്ബു ദുആഉ ഇൻദൽ ഖത്മി ഇസ്തിഹ്ബാബൻ മുതഅക്കിദൻ. ശക്തമായ സുന്നത്താണ് ഖുർആൻ ഖത്മ ഓതുന്ന സമയത്ത് ദുആ ചെയ്യൽ. അവിടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളും ചോദിക്കണം. ഫി ഉമൂരിൽ ആഖിറ വ ഉമൂരിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ പൊതുകാര്യം അതിനുവേണ്ടി ദുആ ചെയ്യണം. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യൽ പ്രത്യേക സുന്നത്താണ്. ഖുർആൻ ഓതുന്ന സദസ്സോ, ഖുർആൻ ഓതുമ്പോൾ കുറേ മര്യാദ ഉണ്ട്. ഖുർആൻ ഓതുമ്പോൾ കൽബ് എവിടെയെങ്കിലുമായി ഭക്തിയില്ലാതെ, മനസ്സാന്നിധ്യമില്ലാതെ ഖുർആൻ ഓതുന്നത് അപമര്യാദയാണ്. എവിടെയോ ഹൃദയമാകാൻ പാടില്ല. ഖുർആൻ ഓതുമ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ് എന്നുള്ള ചിന്ത വേണം. നാം മൗലിദ് ഓതാൻ പറഞ്ഞ അദബുകൾ, ആ അദബുകൾ മുഴുവനും ദിക്റിൻ്റെ എല്ലാ സദസ്സിനും ബാധകമാണ്. ദിക്റുകളെ കൂട്ടത്തിൽ അഫ്ളലായ ദിക്റാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് വിശുദ്ധ ഖുർആൻ ഓത്ത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്തും നാം മൗലിദിൻ്റെ സദസ്സിന് അങ്ങനെ ഒരുക്കേണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, മുമ്പ് നാം മൗലിദിന് ഇരിക്കുന്ന സമയത്ത് വേണ്ട മര്യാദകൾ പല ക്ലാസ്സുകളിലായി പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആൻ ഓതുമ്പോൾ നമ്മളെല്ലാവരും ആ മര്യാദ സ്വീകരിക്കാറുണ്ട്. മൗലിദിൽ പലരും അത് വേണ്ടാന്ന് ധരിക്കുന്നത് കൊണ്ടാണ് നാം അങ്ങനെ അത് പ്രത്യേകം പറയാൻ കാരണം. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സദസ്സ് നല്ല വൃത്തിയുള്ള സദസ്സാവണം, സുഗന്ധം പൂശിയ സദസ്സാവണം. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ആദാബു
അത്തിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കുള്ള മര്യാദ. ബ്രഷ് ചെയ്യൽ പ്രത്യേക സുന്നത്തുണ്ട്. വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് ബ്രഷ് ചെയ്ത് വായയുള്ള മോശമായ നാറ്റങ്ങളൊക്കെ അത് ഒഴിവാക്കി നല്ല ശുദ്ധമായ വായോടുകൂടിയാണ് ഖുർആൻ ഓതേണ്ടത്. പിന്നെ മജ്ലിസ്, ഇരിക്കുന്ന സദസ്സ് വൃത്തിയാക്കണം. വുളു, ഖുർആൻ തൊടാൻ വുളു നിർബന്ധമാണ്, ഓതാൻ സുന്നത്തുള്ളൂ എങ്കിലും അത് വലിയ മര്യാദയാണ് വുളുവോടുകൂടെ വിശുദ്ധ ഖുർആൻ ഓതൽ. സുഗന്ധം പൂശൽ പ്രത്യേക സുന്നത്തുണ്ട്. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഓതുന്ന വ്യക്തിയുടെ ശരീരത്തിലും സദസ്സിലൊക്കെ സുഗന്ധം പൂശൽ സുന്നത്തുണ്ട്. വസ്ത്രം നല്ല വൃത്തിയുള്ള വസ്ത്രമായിരിക്കൽ സുന്നത്തുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് മറ്റു അപശബ്ദങ്ങൾ പാടില്ല, സംസാരിക്കാൻ പാടില്ല. നല്ല അതവോടുകൂടെ മര്യാദയോടുകൂടെ അങ്ങുമിങ്ങും തിരിഞ്ഞു നോക്കാതെ ഖുർആൻ നല്ല ഭക്തിപൂർവ്വമാണ് ഖുർആൻ ഓതേണ്ടത്. ഖുർആൻ ഓതുന്നവൻ്റെ മുന്നിൽ അള്ളാഹു ഉണ്ടെന്നുള്ള ചിന്തയിൽ, അള്ളാഹുവിനോട് ഞാൻ സംഭാഷണം നടത്തുകയാണ്, അള്ളാഹു എന്നോട് ഇങ്ങോട്ട് പറയുകയാണ്, ഈ രണ്ട് ചിന്തയും ഒപ്പം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുന്ന സന്ദർഭമാണ് വിശുദ്ധ ഖുർആൻ ഓതുന്ന സന്ദർഭം. നല്ല മനസ്സാന്നിധ്യത്തോടുകൂടെ, താഴ്മയോടുകൂടെ, ഖുദൂഅോടുകൂടെ, ഭക്തിയോടുകൂടെയാണ് വിശുദ്ധ ഖുർആൻ ഓതേണ്ടത്. അത് അതിൻ്റെ പ്രത്യേക മര്യാദയിൽ സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് ഇമാം നവവി അടക്കമുള്ള ധാരാളം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അർത്ഥം ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾ, അറിയുന്ന ആളുകൾ ആ അർത്ഥം ചിന്തിച്ചു കൊണ്ട് ഓതണം. അതുപോലെ യുസ്തഹബ്ബുൽ ബുകാ വ തബാക്കി, കരഞ്ഞ് ഖുർആൻ ഓതൽ. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം ആലോചിച്ചുകൊണ്ട് കരയൽ സുന്നത്തുണ്ട്. കരച്ചിൽ വരുന്നില്ലെങ്കിൽ തബാക്കി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കരയാന്ന്, അഭിനയിച്ച് കരയുക എന്നല്ല, മറിച്ച് കരച്ചിൽ ഉണ്ടാവാൻ വേണ്ടി, കരച്ചിൽ വരാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ നാനാ അർത്ഥങ്ങളിലേക്ക് ആലോചിച്ചിട്ട് കരഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ, അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകൾ, ഖുർആനിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥകളൊക്കെ ആലോചിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതൽ പ്രത്യേക സുന്നത്തുണ്ട് എന്ന് ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്. ഉറക്കെ ഖുർആൻ ഓതുക, അതോ പതുക്കെയാണ് ഓതേണ്ടത്, അതെല്ലാം മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ ഉറക്കെ ഓതിയാൽ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവിടെ ലോകമാനം വരുമെന്നുള്ള പേടിയുള്ള ആളാണെങ്കിൽ പതുക്കെ ഖുർആൻ ഓതേണ്ടി. മറ്റുള്ളവർ കേൾക്കുന്നതുകൊണ്ട് ലോകമാനം വന്നു കഴിഞ്ഞാൽ അത് ഹറാമായി പോകും. ലോകമാനത്തോട് ഖുർആൻ ഓതിയാൽ ഒരു പ്രതിഫലവും ഇല്ല, നരകം തന്നെ അതിൻ്റെ പ്രതിഫലം. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഉറക്കെ ഓതിയാൽ റിയാ വരൂല, റിയാന് പേടില്ല. ലോകമാനത്തെ പേടിക്കാത്ത വ്യക്തിയാണെങ്കിൽ അവന് ഉറക്കെ ഓതൽ സുന്നത്തുണ്ട്. കാരണം ആ ഉറക്കെ ഓതുമ്പോൾ അവനല്ലാത്ത ആളുകൾ, പരിസരത്തുള്ള ആളുകൾ അവരെ ശല്യം നിസ്കരിക്കുന്നവരെ ശല്യം ചെയ്യരുത്. മറ്റുള്ള ജോലികളിൽ ഏർപ്പെടുന്നവരെ ശല്യം ചെയ്യാത്ത വിധത്തിൽ അത് ഉറക്കനെ ആക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. ഖുർആൻ മനപ്പാടുള്ള ആളാണെങ്കിലും കണ്ടുകൊണ്ട് ഓതൽ, അതാണ് ഏറ്റവും അഭികാമ്യം. പക്ഷേ മനപ്പാടുള്ള ആൾ കാണാപ്പാട് ഖുർആനിലേക്ക് നോക്കാതെ ഓതിയാൽ അവന് കൂടുതൽ ഭക്തി ലഭിക്കുക എങ്കിൽ അങ്ങനെ ഓതലാണ് സുന്നത്ത്. അല്ലെങ്കിൽ ഖുർആനിലേക്ക് നോക്കൽ തന്നെ സുന്നത്താണ്. നോക്കി ഓതൽ ഇരട്ടി കൂലി ലഭിക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല നമുക്ക് അതിൻ്റെ മര്യാദപൂർവം വിശുദ്ധ ഖുർആൻ ഓതാൻ തൗഫീഖ് തരട്ടെ.